നമസ്കാരം. കേരയുടെ ലൈവ് സെഷനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കാർഷിക മേഖലയെ ഇപ്പോൾ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്. വിവിധ തരം പ്രകൃതിക്ഷോഭങ്ങളാൽ വർഷാവർഷം കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. അതുകൂടാതെ വന്യമൃഗ ആക്രമണം മൂലമുള്ള മറ്റു പ്രതിസന്ധികളും കർഷകർ നേരിടുന്നു. ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കാനായി കൃഷി വകുപ്പ് ഡയറക്ടറേറ്റിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീമതി അശ്വതി ദേവ് നമ്മളോടൊപ്പമുണ്ട്. മാഡം സ്വാഗതം. സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഏതൊക്കെ വിളകൾക്കാണ് നഷ്ടപരിഹാരം നൽകുന്നത്, അതിൻ്റെ മറ്റ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണൊക്കെ ഒന്ന് സംസാരിക്കാമോ? സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതി എന്ന് പറയുന്നത് 1995 മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നൊരു പദ്ധതിയാണ്. തുടക്കത്തിൽ ഒരു 25 വിളകൾ വെച്ചാണ് പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയതെങ്കിൽ ഇപ്പോൾ നിലവിൽ 32 വിളകളോളം അതിൽ പരിരക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ ആ 32-ൽ ഏറ്റവും അവസാനമായിട്ട് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത് ചെറു വൃക്ഷഫലങ്ങൾ. നമുക്കറിയാം, ഇപ്പോൾ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒരുപാട് നമ്മുടെ കേരളത്തിൽ കൃഷിയുണ്ട്. അപ്പോൾ അതിനകത്ത് റംബുട്ടാൻ, അവക്കാഡോ, ഗോവ മുതലായ അതാണ് നമ്മൾ ചെറു ഫലവൃക്ഷം എന്ന് പറയുന്നത്. പിന്നെ ചെറു കിഴങ്ങ് വർഗ്ഗങ്ങൾ നാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പുഷ്പകൃഷി ഉൾപ്പെടുത്തി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പപ്പായയൊക്കെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇപ്പോൾ കൃഷിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിളകളോടൊപ്പം തന്നെ തേനീച്ച കൃഷിയും നിലവിലിപ്പോൾ പരിരക്ഷയുടെ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. ഒരു കർഷകന് സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകണമെങ്കിൽ എന്തൊക്കെ നിബന്ധനകളാണ് വകുപ്പ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഈ വിള ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു കർഷകൻ ഇപ്പോൾ അത് സ്വന്തം കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ പാട്ടകൃഷി ചെയ്യുന്ന ആളായാലും ഇതിൽ അംഗത്വം എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്, കൃഷി വകുപ്പിൻ്റെ അഗ്രികൾച്ചർ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം എയിംസ് എന്ന് പറഞ്ഞ പോർട്ടലിലാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷനാണ് അതിൽ ചെയ്യുന്നത്. അതിൽ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ആ കൃഷിയിടത്തിലെ എല്ലാ വിവരങ്ങളും ആ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതായത് ഏത് കൃഷിയുടെ വിളകളുടെ ഡീറ്റെയിൽസും അതേപോലെ കൃഷിയിടത്തിൻ്റെ സർവേ നമ്പർ മുതലായ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അപ്പോൾ ആ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആ ലോഗിനിൽ നിന്നാണ് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ അത് കൃഷി ഓഫീസിലാണ് ഫസ്റ്റ് ആപ്ലിക്കേഷൻ ചെല്ലുന്നത്. അവിടുന്ന് നമുക്ക് ഈ അപ്രൂവൽ അത് മേലോഫീസുകളിലേക്ക് നൽകി അതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് പ്രീമിയം. ഇത് ഫസ്റ്റ് ആപ്ലിക്കേഷൻ അപേക്ഷിച്ച് അതിൽ പ്രീമിയം അടയ്ക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജ് വരും. അപ്രൂവലായി സ്ഥല പരിശോധന ചെയ്ത് ആൾക്ക് ആപ്ലിക്കേഷന് എലിജിബിൾ ആണ് എന്നുള്ളതിനെ കൺഫേം ആയി കഴിയുമ്പോൾ പ്രീമിയം അടയ്ക്കാനായിട്ടൊരു അറിയിപ്പ് വരും. അത് കൃഷിക്കാരൻ്റെ തന്നെ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലായിരിക്കും ആ മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് ലഭിച്ചതിന് ശേഷം കർഷകന് ഓൺലൈനായിട്ട് ഈ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വിളകൾക്ക് അടിസ്ഥാനമായിട്ട് വ്യത്യാസം ഉണ്ടാവും പ്രീമിയം റേറ്റിൽ. അപ്പോൾ അത് സംസ്ഥാന സർക്കാർ ഓരോ വിളകൾക്കും ഓരോ പ്രീമിയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അത് ഏത് വിളയാണോ അതിനുള്ള പ്രീമിയം അടച്ചു കഴിയുമ്പോഴേക്കും അത് വീണ്ടും റീസബ്മിറ്റ് ആവുകയും അത് ജില്ലാതലത്തിൽ പ്രിൻസിപ്പൽ കൃഷി ഓഫീസറാണ് പോളിസി ഇഷ്യൂയിങ് ആയിട്ടുള്ള ഓഫീസറായിട്ട് വരുന്നത്. അങ്ങനെയാണ് പോളിസി ആപ്ലിക്കേഷൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയാൻ പറ്റും. നിലവിൽ ഏതൊക്കെ തരം കൃഷിനാശത്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നത്? ഇപ്പോൾ വന്യജീവി ആക്രമണം തുടങ്ങിയവയ്ക്ക് നഷ്ടപരിഹാരം നൽകുന്നുണ്ടോ? ഉണ്ട്. നമ്മൾ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി നോട്ടിഫൈ ചെയ്തിട്ടുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങൾക്കും നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ, കാട്ടുതീ, ഏറ്റവും അവസാനം ഉള്ളത് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യം നൽകാമെന്ന് പറയുന്നത് വന്യജീവി ആക്രമണമാണ്. അതിനും നമ്മൾ വിളകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് വരുന്ന വാഴ, അതുപോലെ തെങ്ങ്, നെല്ല് തുടങ്ങിയവയുടെ പ്രീമിയം നിരക്കുകളെ കുറിച്ചും അതിന് എത്ര നഷ്ടപരിഹാര തുക ലഭിക്കുന്നു, അതിന് മറ്റ് മാനദണ്ഡങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയാം. തെങ്ങ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഓരോ വിളകൾക്കും ഓരോ പ്രീമിയം റേറ്റ്സും അതിൻ്റെ മാനദണ്ഡങ്ങളും വ്യത്യാസമുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു കർഷകൻ ഇപ്പോൾ ഈ തെങ്ങ് ഇൻഷുർ ചെയ്യാൻ വരികയാണെങ്കിൽ ആ കർഷകൻ്റെ കൃഷിയിടത്തിൽ കുറഞ്ഞത് 10 തെങ്ങെങ്കിലും ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല
ആ തെങ്ങിൽ നിന്ന് ഒരു ആവറേജ് ഒരു വർഷം ശരാശരി ഒരു 30 തേങ്ങയെങ്കിലും ലഭിക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു ഇത്ര എണ്ണം കണക്ക് കറക്റ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് പോളിസിക്ക് വേണ്ടി കൊടുക്കാം. അതിൻ്റെ പ്രീമിയം റേറ്റ് എന്ന് പറയുന്നത് 1 വർഷത്തേനുള്ള പോളിസിയുണ്ട്, 3 വർഷത്തേനുള്ള പോളിസിയുണ്ട്. ദീർഘകാല വിള ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ 1 വർഷത്തെ ഇൻഷുറൻസ് പോളിസിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു തെങ്ങിന് 2 രൂപ നിരക്കാണ് പ്രീമിയം വരുന്നത്. ഇനി 3 വർഷത്തേനുള്ളത് ഒറ്റത്തവണയായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ 5 രൂപയാണ് ഒരു തെങ്ങിന് പ്രീമിയം നിരക്ക് വരുന്നത്. ഇനി ഈ പറഞ്ഞ പ്രകൃതിക്ഷോഭങ്ങൾ കാരണം കൃഷിനാശം ഉണ്ടാവുകയാണെങ്കിൽ ഒരു തെങ്ങിന് 2000 രൂപ വെച്ചിട്ടാണ് നമ്മൾ നഷ്ടപരിഹാരം നൽകുന്നത്. ഇപ്പോൾ അതിന് മുമ്പ് പറഞ്ഞതിലൊരു കാര്യം വിട്ടുപോയതെന്ന് വെച്ചാൽ വിള ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് ഒരു കൃഷിയിടത്തിൻ്റെ അത് പകുതിയായിട്ട് നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും ഇൻഷുർ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ വാഴയുടെ കേസ് ചോദിച്ചല്ലോ. അപ്പോൾ വാഴയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കൃഷിയിടത്തിൽ 100 വാഴയുണ്ടെങ്കിൽ 100 വാഴയും ഇൻഷുർ ചെയ്യണം. പകുതിയായിട്ട് അല്ലെങ്കിൽ 50 വാഴ മാത്രമായിട്ട് ഇൻഷുർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇപ്പോൾ വാഴയുടെ കേസിൽ നമുക്ക് കുറഞ്ഞത് 10 വാഴയെങ്കിലും ഒരു പ്ലോട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് 1 മുതൽ 5 മാസത്തിനുള്ളിലാണ് ഇൻഷുറൻസ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. ഒരു വാഴയ്ക്ക് പ്രീമിയം നിരക്കെന്ന് പറയുന്നത് 3 രൂപയാണ്. ഇനി ഈ വാഴ തന്നെ 3 കാറ്റഗറി ആയിട്ട് നമുക്കറിയാം, പലതരത്തിലുള്ള വാഴകളുണ്ട്. അത് 3 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഏത്തവാഴ അല്ലെങ്കിൽ കപ്പ വാഴ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഞാലിപ്പൂവൻ എന്നുള്ള ടൈപ്പാണ്, മൂന്നാമത്തത് മറ്റിനങ്ങൾ. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഉള്ള മറ്റിനങ്ങളാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോൾ ഒരു കൃഷിനാശം ഉണ്ടായാൽ ഈ ഏത്തവാഴ കൃഷിയിലാണെങ്കിൽ നമുക്ക് കൊലച്ചതിന് നമ്മൾ 300 രൂപയും കൊലയ്ക്കാത്തതിന് 150 രൂപയാണ് നഷ്ടപരിഹാര തോത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം ഞാലിപ്പൂവനാണെങ്കിൽ കൊലയ്ക്കാത്തതിന് 100ഉം കൊലച്ചതിന് 200 രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഇനി മറ്റിനങ്ങളാണെങ്കിൽ കൊലയ്ക്കാത്തതിന് 50ഉം കൊലച്ചതിന് 75 രൂപയാണ് നഷ്ടപരിഹാരം നൽകുന്നത്. ഇനി പിന്നെ ചോദിച്ചാൽ നെല്ലിനെ കുറിച്ചാണ് അല്ലേ. അപ്പം നെല്ലിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുറഞ്ഞത് 25 സെൻറ്റെങ്കിലും കർഷകന് നെൽകൃഷി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നെല്ല് നട്ട് 15 മുതൽ 45 ദിവസത്തിനുള്ളിലാണ് ഇൻഷുറൻസ് ചെയ്യേണ്ടത്, അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൃഷിനാശം ഉണ്ടായാൽ ഇപ്പം 45 ദിവസത്തിനുള്ളിൽ ആണ് നട്ട് 45 ദിവസത്തിനുള്ളിലാണ് കൃഷിനാശം ഉണ്ടാകുന്നതെങ്കിൽ ഹെക്ടറിന് 15,000 രൂപയാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. അതേസമയം 45 ദിവസത്തിന് ശേഷമാണെങ്കിൽ 35,000 രൂപയാണ് നമ്മൾ നഷ്ടപരിഹാരം നൽകുന്നത്. പിന്നെ നെല്ലിൻ്റെ കാര്യത്തിലൊരു പ്രത്യേക പരിഗണന നൽകിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭയങ്കരമായിട്ടുള്ള കീടരോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പം നെല്ലിൻ്റെ കേസിലാണെങ്കിൽ കാലാവസ്ഥ അല്ലെങ്കിൽ കീടരോഗം ബാധ മൂലം ഒരു 50% കൂടുതൽ കൃഷിനാശം ഉണ്ടാകുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ആ കൃഷി നശിച്ചതായിട്ട് പരിഗണിക്കുകയും നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുന്നുണ്ട്. ഒരു കർഷകന് വിള ഇൻഷുറൻസ് പോളിസി എടുത്തതിന് ശേഷം എത്ര ദിവസത്തിന് ശേഷമുള്ള നാശനഷ്ടങ്ങൾക്കാണ് നമ്മൾ നഷ്ടപരിഹാരം കൊടുക്കുന്നത്? നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ടാണ് എയിംസ് അപേക്ഷ സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അപേക്ഷ സമർപ്പിച്ച് പ്രീമിയം തുക അടയ്ക്കുന്ന ഒരു തീയതി ഉണ്ടല്ലോ. ആ പ്രീമിയം തുക അടച്ച് 7 ദിവസം കഴിഞ്ഞ് 7ാമത്തെ ദിവസം മുതൽ ഈ ഇൻഷുറൻസ് പരിരക്ഷയുടെ ഗുണം നമുക്ക് കർഷകന് കിട്ടും. ഇപ്പോൾ ഒരു കർഷകന് ഒരു കൃഷിനാശം സംഭവിച്ചു, കർഷകന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട നടപടി എന്താണ്? അത് നഷ്ടപരിഹാര തുക എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം, അല്ലെങ്കിൽ കർഷകൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം, ഒരു കൃഷിനാശം ഉണ്ടായാൽ കർഷകൻ ചെയ്യേണ്ടത് 24 മണിക്കൂറിനുള്ളിലെങ്കിലും കൃഷിഭവനിൽ അറിയിക്കണം. കൃഷിഭവനിൽ അറിയിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ കൃഷിനാശം ഉണ്ടായെന്നുള്ളത് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കൃഷി ഓഫീസർ എയിംസ് പോർട്ടലിൽ ഓൺലൈൻ പോർട്ടലിൽ FIR രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. കൃഷിക്കാരൻ അത് അറിയിച്ചാൽ മാത്രമേ FIR രജിസ്ട്രേഷൻ ചെയ്യൂ. അപ്പോൾ ആ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കർഷകന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുള്ളൂ. കൃഷിനാശമുണ്ടായി 14 ദിവസത്തിനുള്ളിൽ കർഷകൻ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ഈ എയിംസ് പോർട്ടലിനെ കുറിച്ച് ഒന്ന് പറയോ? വകുപ്പിന്റെ തന്നെ പോർട്ടലാണോ എയിംസ്? കൃഷി വകുപ്പിൻ്റെ ഒരുവിധം എല്ലാ എന്ന് പറയുന്ന പോലെ തന്നെ പദ്ധതികൾ നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ എയിംസ് 1 എന്നുള്ള വേർഷനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഈ 2026 മാർച്ചിന് ശേഷം എയിംസ് 2 മോഡിഫൈഡ് വേർഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൃഷിനാശത്തിന് എയിംസ് 2 കർഷകൻ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ മറ്റ് പോളിസി ഇപ്പോൾ പ്രീമിയം നിരക്ക് വളരെ തുച്ഛമാണ്, 2 രൂപയോ 3 രൂപയൊക്കെയാണ് പ്രീമിയം നിരക്ക് പറയുന്നത് ഒരു തെങ്ങിനും വാഴയ്ക്കും ഒക്കെ.
അപ്പം മറ്റ് പോളിസികളെ പോലെയല്ല, ഒരു ക്ഷേമ പദ്ധതിയായിട്ടാണ് കൂടുതലായി ഇതിന് തോന്നുന്നത്. മറ്റു പോളിസികളിൽ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലും അനന്തരാവകാശികൾ, മരണപ്പെട്ടു പോയ ആൾക്കാർക്ക് അനന്തരാവകാശികൾക്ക് തുക ലഭിക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ എങ്ങനെയാണ് അനന്തരാവകാശികൾക്ക് തുക ലഭിക്കാനുള്ള എന്തെങ്കിലും സിസ്റ്റം നമുക്കുണ്ടോ? ഉണ്ട്. നമുക്ക് അനന്തരാവകാശികൾക്ക് കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഇപ്പോൾ ഒരു കൃഷിനാശം ഉണ്ടായി, അതിൻ്റെ എമൗണ്ട് എല്ലാം സാങ്ഷനായി, ഓൺലൈൻ അപേക്ഷയെല്ലാം വെച്ച് അപ്രൂവൽ സമയത്ത് കർഷകൻ മരണപ്പെട്ടു പോയാൽ നോമിനിക്ക് ഈ തുക നമ്മൾ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. ഈ എയിംസ് 2 പോർട്ടൽ മുമ്പ് ഫിസിക്കലായിട്ടായിരുന്നു ആപ്ലിക്കേഷൻസ് എടുക്കുന്നതെങ്കിൽ നിലവിൽ നമ്മൾ കർഷകൻ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നോമിനിയുടെ പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ പോർട്ടലിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം കേന്ദ്രത്തിൻ്റെ ഒരു വിള ഇൻഷുറൻസ് പദ്ധതി ഉണ്ടല്ലോ, കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി, അത് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ നടപ്പിലാക്കുന്നുണ്ടോ? അതോ നമ്മുടെ ഈ വിള ഇൻഷുറൻസ് പദ്ധതിയുമായി എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അതിനുള്ളത്? നമ്മൾ കേന്ദ്രവും സംസ്ഥാനവും തുല്യമായിട്ടാണ് അത് നടപ്പിലാക്കി വരുന്നത്. റിവൈസ്ഡ് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് പദ്ധതി, അതായത് RWBCS എന്നാണ് നമ്മൾ അതിനെ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ ആ ഒരു പദ്ധതി നമ്മൾ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ സംസ്ഥാന വിള ഇൻഷുറൻസുമായിട്ട് പ്രധാന വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, സംസ്ഥാനം നടപ്പിലാക്കുന്നത് പൂർണ്ണമായിട്ടൊരു പോളിസി, ഒരു ക്രോപ്പ് ഇൻഷുറൻസ് പറയാൻ പറ്റില്ല. അതൊരു ക്ഷേമ പദ്ധതിയായിട്ട്, അതായത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പ്രീമിയം കുറവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ക്ഷേമ പദ്ധതി ആയതുകൊണ്ട് തന്നെ അത് കർഷകന് ഒരു സപ്പോർട്ട് നൽകുക എന്നുള്ളത്, കൃഷിനാശമുണ്ടായാൽ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നുള്ളത് മാത്രമാണ് ആ ഒരു പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ വിള പൂർണ്ണമായിട്ട് നശിച്ചാൽ മാത്രമാണ് നമ്മൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുന്നത്. ഇനി വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസിലാണെങ്കിൽ അത് സ്റ്റേറ്റും സെൻട്രലും ഈക്വൽ ഷെയറിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സംസ്ഥാന വിള ഇൻഷുറൻസ് പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് തന്നെയാണ് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈക്വൽ ഷെയറാണ് വരുന്നത്. അതുകൂടാതെ കാലാവസ്ഥയുടെ മാറ്റത്തിനനുസരിച്ച്, കാലാവസ്ഥയുടെ ഡേറ്റ അനുസരിച്ചാണ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്, അതിൻ്റെ നഷ്ടപരിഹാരമൊക്കെ കണക്കാക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പൂർണ്ണമായിട്ടും വിളനാശം ഉണ്ടാവണം എന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നെല്ലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കതിര് വരുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് നെല്ലിനെ സംബന്ധിച്ചാണ് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു ഭയങ്കര മഴയുണ്ടായി, അല്ലെങ്കിൽ ഒരു ഭയങ്കര ഉണക്ക് വന്നു, അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിള പൂർണ്ണമായി നശിക്കണം എന്നില്ല, വിളവായിരിക്കും അതിൽ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വിളവ് വ്യത്യാസം വരുന്നതിന് നമുക്ക് നഷ്ടപരിഹാരം ഈ പദ്ധതിയിൽ RWBCS പദ്ധതി മുഖേന നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ പദ്ധതിയിൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കണക്കിലെടുത്തിട്ടാണ് നഷ്ടപരിഹാര തുക നൽകുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം കണക്കിലാക്കുക അല്ലെങ്കിൽ വെതർ ഡാറ്റ ലഭിക്കാനായി കൃഷി വകുപ്പിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടോ, നിലവിൽ ഉണ്ടോ? ഇതുവരെ നമ്മൾ ചെയ്തിരുന്നത്, ഈ കാലാവസ്ഥയുടെ ഡാറ്റ കിട്ടാനായിട്ട് നമ്മൾ ആശ്രയിച്ചിരുന്നത് IMD അല്ലെങ്കിൽ സ്കൈമെറ്റ് NCML പോലെയുള്ള സ്ഥാപനങ്ങളെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എങ്ങനെ ഡാറ്റ കിട്ടുന്നതിലൊരു പ്രശ്നം നമ്മൾ കണ്ടെത്തിയതെന്ന് അല്ലെങ്കിൽ എന്നു വെച്ചാൽ, ഇപ്പോൾ ഈ സ്റ്റേഷൻസ് ചിലപ്പോൾ ഒരു 3-4 പഞ്ചായത്തിലേക്ക് ഒരു സ്റ്റേഷനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പഞ്ചായത്തിൽ ഒരു ഭയങ്കര ശക്തമായ കാറ്റോ മഴയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് കൃഷിനാശം ഉണ്ടായാൽ അത് ചിലപ്പോൾ ആ സ്റ്റേഷൻ ഇരിക്കുന്ന വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പഞ്ചായത്തിലെ കർഷകർക്ക് നഷ്ടപരിഹാരം ലഭിക്കാതെ ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് പരിഹരിക്കുന്നതിനാണ് നമ്മൾ ഓരോ പഞ്ചായത്തിലും ഓരോ വെതർ സ്റ്റേഷൻ അല്ലെങ്കിൽ കാലാവസ്ഥാ നിലയം സ്ഥാപിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വിൻസ് എന്നുള്ള പദ്ധതി, അതായത് വെതർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഡാറ്റ സിസ്റ്റം, അതായത് വിൻസ് എന്നാണ് നമ്മൾ പറയുക, ആ ഒരു പദ്ധതി നിലവിൽ സെൻട്രൽ പങ്കാളിത്തത്തോടെ ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ, ഓരോ പഞ്ചായത്തിലെയും കാലാവസ്ഥ വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാനും ആ വെതർ ഡാറ്റ ലഭിക്കാനും നമുക്ക് സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുവഴി കർഷകന് കൂടുതൽ ഗുണം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുമ്പോൾ ഓരോ വിളകൾക്കും വ്യത്യസ്തമായ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പം ചൂട് കൂടിയാലോ ശക്തമായ കാറ്റ് വന്നാലോ ഓരോ വിളകൾക്കും ഓരോ തരത്തിലുള്ള ഗ്രോത്ത് സ്റ്റേജസ് ആണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് കണക്കിലെടുക്കുന്നത്? അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അതിൽ നമ്മളിപ്പോൾ അത് കൂടുതലായിട്ടും RWBCS, അതായത് കേന്ദ്ര പങ്കാളിത്തത്തോടെ ചെയ്യുന്ന പദ്ധതിയിലാണ് ആ ഒരു കാര്യം കൂടുതലായിട്ട് നമ്മൾ എംഫസൈസ് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഓരോ വിളകൾക്കും
ഓരോ വളർച്ചാ ഘട്ടങ്ങളിൽ പ്രാധാന്യമുള്ള സ്റ്റേജുകളിൽ ഏതൊക്കെ വെതർ ഡാറ്റ മാറിയാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ചൂട് കൂടിയാലോ അല്ലെങ്കിൽ മഴ പെയ്താലോ ഒക്കെ അതിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതിന് ഒരു കൃത്യമായ ചാർട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാണ് ടേം ഷീറ്റ്സ് എന്ന് പറയും. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ പറയും. ഇപ്പോൾ ഇങ്ങനെ വാഴയുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ കുലച്ച സമയത്ത് നമ്മൾ ഒരു ഇത്ര സ്പീഡിൽ കൂടുതലുള്ള കാറ്റ് വീശിയാൽ അത് ഒടിഞ്ഞു വീഴാം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടും ഒരു ഡാറ്റാബേസ് ഉണ്ട്. അപ്പോൾ അതിനെ കണക്കാക്കിയിട്ടാണ് നമ്മൾ ടേം ഷീറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ വാഴയുടെ കേസിലാണെങ്കിൽ 45 km/h എന്നുള്ള സ്പീഡിൽ കൂടുതലാണ് കാറ്റ് വീശുന്നതെങ്കിൽ അത് ദോഷമായി ബാധിക്കും എന്നുള്ളത് നമ്മൾ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഓരോ വിളകൾക്കും അങ്ങനെ ഓരോ ടേം ഷീറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് നമ്മൾ നഷ്ടപരിഹാരം കണക്കാക്കി വരുന്നത്. മാഡം പറയുന്നത് ഈ വെതർ സ്റ്റേഷനിൽ ഈ 45 km/h മുകളിൽ ആ ഒരു പഞ്ചായത്തിൽ വെതർ ഡാറ്റ വരികയാണെങ്കിൽ ആ പഞ്ചായത്തിൽ ഇൻഷുർ ചെയ്ത കർഷകർക്ക് മുഴുവൻ നഷ്ടപരിഹാരത്തുക ലഭിക്കണം. അതെ, അങ്ങനെ കിട്ടും. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാന സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്നതാണോ അതോ മറ്റ് ഏജൻസികൾ വഴിയാണോ നടപ്പിലാക്കുന്നത്? അതിലേക്കുള്ള രജിസ്ട്രേഷൻ എങ്ങനെയാണ്? നമുക്ക് കാലാവസ്ഥ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിള ഇൻഷുറൻസ് പദ്ധതിയിൽ അത് ഞാൻ പറഞ്ഞു, ഒരു കംപ്ലീറ്റ് പോളിസി, ക്രോപ്പ് ഇൻഷുറൻസ് പോളിസി പദ്ധതിയാണ്. അത് നമ്മൾ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനി മുഖേനയാണ് നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ ഇതും ഓൺലൈനായിട്ട് തന്നെയാണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് അക്ഷയ അല്ലെങ്കിൽ അക്ഷയ പോലെയുള്ള സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ കർഷകനെ നേരിട്ടോ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. PFMBYയുടെ സൈറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോൾ, അതിപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നമുക്ക് 3 സീസണാണ് കേരളത്തിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. ഒന്ന് കാരിഫ്, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്ന് പറയുന്ന പോലെ കാരിഫ്, റാബി 1, റാബി 2 അങ്ങനെയാണ് 3 സീസണാണ് നമുക്ക് കേരളത്തിൽ ഇൻഷുറൻസിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പം നേരത്തെ വിളകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ പല പ്രദേശത്തും പല കാലാവസ്ഥയാണ് ഒരു ദിവസം തന്നെ. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ മഴയില്ലെങ്കിൽ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയാണ്. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് ഈ പറഞ്ഞ പോലത്തെ വിളകൾക്കുള്ള ടേം ഷീറ്റുകൾ നടപ്പിലാക്കി വരുന്നുണ്ടോ? ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നെല്ല് എടുക്കുകയാണെങ്കിൽ, അപ്പോൾ അത് നെല്ല് തന്നെ പല ടൈപ്പ് കൃഷിയുണ്ടല്ലോ. പൊക്കാളിയുണ്ട്, കോൾപ്പടവുകളുണ്ട്, അപ്പോൾ കുട്ടനാടൻ ഏരിയ. അപ്പോൾ അതിനൊക്കെ ഓരോ ഏരിയ തിരിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥ ബേസ് ചെയ്തിട്ട് ഏരിയ തിരിച്ചിട്ടുള്ള ടേം ഷീറ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അഗ്രോ എക്കോളജിക്കൽ യൂണിറ്റ് ബേസ്ഡ് ടേം ഷീറ്റ്സ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ കേരളത്തിലുടനീളമുള്ള ഓരോ ഏരിയ തിരിച്ചിട്ടുള്ള കൃഷിയുടെ അനുസരിച്ചിട്ടുള്ള നഷ്ടപരിഹാരം നമുക്ക് ഇതുവഴി കൃത്യമായിട്ട് കർഷകർക്ക് വിതരണം ചെയ്യാം. പ്രാദേശികമായി എന്ത് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാലും അത് നമ്മുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പം 2 സംസ്ഥാന വിള ഇൻഷുറൻസ് പറഞ്ഞതുപോലെ തന്നെ 27 പ്രധാന വിളകൾ ഈ കാലാവസ്ഥ അധിഷ്ഠിതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്. അതും ഈ ടേം ഷീറ്റ്, ആ 28 വിളകൾക്കും ഇതുപോലെ പ്രാദേശികമായ ടേം ഷീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിലവിൽ സംസ്ഥാനത്ത് 2 പദ്ധതികളും, സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയും RWBCS രണ്ടും നിലവിലുണ്ട്. കേരളത്തിലെ കർഷകർക്ക് വലിയ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന 2 പദ്ധതികൾ, സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ തന്നെ കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ മാഡം നമുക്ക് പറഞ്ഞു തന്നു. ഈ പദ്ധതികളിലേക്ക് കൂടുതൽ കർഷകർ മുന്നോട്ട് വരേണ്ടതുണ്ട്, കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മാഡത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമായി അടുത്ത ലൈവിൽ കാണാം.